ഇതിനാണ് ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞത്. അല്ലാതെ 6 മക്കളുള്ള വാപ്പാന്റെ 6ാമത്തെ മോൻ എനിക്ക് 2 കുട്ടികൾ മതി എന്ന വിവരം കെട്ട തീരുമാനം എടുക്കുന്നതിനല്ല ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞത്. ആ തീരുമാനം മുമ്പ് വാപ്പനെ എടുത്തിരുന്നെങ്കിൽ ഈ ഷർറന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് അത്രേ ഉള്ളൂ. തൂറില് സ്വർഗത്തിലെത്തിയ ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട് അല്ലാഹു. നിങ്ങൾ മുസാഫ് എടുത്തിട്ട് നോക്കൂ. അവർ സ്വർഗാരാമങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ സോഫാ സെറ്റുകളും ചാരുമഞ്ചങ്ങളും അതിന്റെ സൗകര്യങ്ങളും എല്ലാം കൂടി കണ്ടിട്ട് അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പിന്നെ ഇവർ പരസ്പരം ഇരുന്നിട്ട് പരിചയപ്പെടുകയാണ്. നിങ്ങൾ എങ്ങനെ എല്ലാവരും വന്നത്? നിങ്ങൾ ആരൊക്കെ ഉള്ളത്? അല്ല, ഞങ്ങളെ ചെറിയ മോനുണ്ടല്ലോ, അന്ന് നമ്മൾ ഇടക്കിടക്ക് സംസാരിക്കാറുള്ള മോന്, ഞങ്ങൾ കൂടെ എമിഗ്രേഷനിലുണ്ടായിരുന്നു. അല്ല, ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതാണ്. എമിഗ്രേഷന്റെ ക്യൂലും ഉണ്ടായിരുന്നു. പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മളെ മൂത്ത മോളുണ്ടായിരുന്നില്ലേ, മോളെ ഒരു വിവരവും ഇല്ല. ബോർഡിംഗ് പാസിൽ തന്നെ ഓൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഇഷ്യൂ ആയിട്ടില്ല. നിങ്ങളെ സ്ഥിതി എന്താ? ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഇരിക്കുന്ന മക്കളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റിയത്? അപ്പോൾ ഈ രക്ഷിതാവ് പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് ഇവിടെ വെച്ചിട്ട് വെപ്പളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ മുമ്പേ ഞാനിപ്പോൾ ആയത്തോതാൻ നിൽക്കാത്തത് സമയം ചോദിക്കാനാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് മുസാഫ് എടുത്തിട്ട് സൂറത്തൂർ നോക്ക്, എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ആ കുടുംബങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന രംഗം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ചാണ് കുടുംബജീവിതം സെറ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ളവരായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ റബ്ബിനെ ഭയപ്പെടുന്ന ഒരു സംസ്കാരമാണ് വളർത്തിയത്. അതുകൊണ്ട് റബ്ബ് ഞങ്ങളോട് ഔദാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ പ്രസ്താവനകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ്, അവതരണത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രസ്താവനയാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയതുഹും ബിഈമാനിൻ, വിശ്വസിച്ചവരും വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നവരും, അൽഹഖ്നാ ബിഹിം ദുരിയതുഹും, നാം ഇവരെ അവരോടൊപ്പം ചേർക്കും. അപ്പൊ സ്വർഗത്തിലും ഫാമിലി സ്റ്റാറ്റസ്, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് അതിനാണ്. അതിനുവേണ്ടിയുള്ള പലവിധ ഒരുക്കങ്ങളിലെ ഒരൊരുക്കം മാത്രമാണ് ഹജ്ജ്. അതുകൊണ്ട് സകുടുംബം സ്വർഗത്തിലെത്തണം എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തോട്, ഇതിനാണ് ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞത്. അല്ലാതെ 6 മക്കളുള്ള വാപ്പാന്റെ 6ാമത്തെ മോൻ എനിക്ക് 2 കുട്ടികൾ മതി എന്ന വിവരം കെട്ട തീരുമാനം എടുക്കുന്നതിനല്ല ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞത്. ആ തീരുമാനം മുമ്പ് വാപ്പനെ എടുത്തിരുന്നെങ്കിൽ ഈ ഷർറന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, വളരെ ഗൗരവത്തിൽ രക്ഷിതാക്കൾ, ഹാജിമാർ തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ യാത്രക്ക് മുന്നേയും പോയി വന്നതിന് ശേഷവും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾ ഉള്ളതുപോലെയുള്ള ഒരു ചിട്ട ആ വീട്ടിലുണ്ടാവണം. ആ വീട്ടിലെ മുതിർന്നവരാരോ അവരെ നിങ്ങളെ ലീഡർഷിപ്പ് ഏൽപ്പിക്കണം. നിങ്ങൾക്ക് ആ വീട്ടിലൊരു ലീഡർഷിപ്പ് ഉണ്ട്. നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ഇമാറത്തുണ്ട്. അത് നിങ്ങൾ പിന്നെ ഇളയ മക്കളൊക്കെ വിളിച്ചിട്ട് പറയണം, എന്താ ഇന്ന മൂത്ത മോനിതാ ഇവൻ പറയണത്, ഇവന് കാര്യങ്ങൾ ഇവനോട് കൂടി ആലോചിച്ച് ചെയ്യണം, ഇവൻ പറയും പോലെ ചെയ്യണം, അനുസരിക്കണം. അഭിപ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി ആലോചിച്ചിട്ട് പൊതുവെ സ്വീകാര്യമായതെന്തോ അതനുസരിച്ച് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ നിർദ്ദേശിക്കണം. നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ഉള്ളപ്പോൾ എത്ര ചിട്ടയാണോ വീട്ടിലുള്ളത്, അത് പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ കൂടുതൽ നല്ല ഒരു കെട്ടുറപ്പിലേക്ക് മാറണം.